ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് ലാബിലൊക്കെ പോയിട്ട് ഷുഗർ ടെസ്റ്റ് നടത്തുക എന്ന് വെച്ചാൽ ഇത്തിരി പാടുള്ള കാര്യമല്ലേ. അപ്പോൾ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലൂക്കോമീറ്ററിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഗ്ലൂക്കോമീറ്ററിൻ്റെ പേര് BeatO Curv എന്ന പ്രൊഡക്റ്റാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാക്കേജ് അൺബോക്സ് ചെയ്യാം. കണ്ടോ, നമ്മളിത് അൺബോക്സ് ചെയ്തപ്പോൾ മെയിനായിട്ടൊരു ബോക്സും പിന്നെ 2 കുഞ്ഞു ബോക്സുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 2 കുട്ടി ബോക്സിലുള്ളത് സെയിം ഐറ്റംസ് തന്നെയാണ്. നമുക്ക് അതിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് നോക്കാം. BeatO Curv ഓരോ ബോക്സ് സീൽ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ആ സീല് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ഓരോ ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട്. ഈ ഒരു ബോക്സിനകത്ത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിലുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ബോക്സിനകത്ത് മെയിനായിട്ട് 2 ഐറ്റംസ് ആണുള്ളത്. അതിലൊന്നാണ് ഈ സ്ട്രിപ്സ്. മെയിനായിട്ട് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയാണ് ഈ ഒരു സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് സിറിഞ്ചാണ്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്ന വഴി കാണിക്കാം. സിറിഞ്ച് എല്ലാം സിപ്ലോ കവറിലാണ് കിട്ടുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ USB കണക്റ്റഡ് ഗ്ലൂക്കോമീറ്റർ ആണിത്. ഇത് ഓക്കെ ടെസ്റ്റഡ് എന്ന് പറഞ്ഞ് ലേബിൾ വെച്ചിട്ടാണ് സീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. എന്തോ ചാടിപ്പോയല്ലോ. ഒരു പേഴ്സാണ്. ഈ ഒരു ഗ്ലൂക്കോമീറ്ററിൻ്റെ സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയാണ് ഒരു പേഴ്സ്. കൂടാതെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നല്ല സ്മോൾ ആൻഡ് കോമ്പാക്ട് പൗച്ചാണിത്. നല്ല അടിപൊളി കളറാണ്, അക്വാ ബ്ലൂ കളറ്. കൂടാതെ വാട്ടർ പ്രൂഫാണ് ഈ ഒരു പൗച്ച്. ഇത് മാനുവലാണ്. നമ്മൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം, ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിലൊരു ബിസിനസ് കാർഡ് ഉണ്ട്. അതിൽ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാം. ഇതാണ് ലാൻസിങ് പെൻ അല്ലെങ്കിൽ ഡാൻസിങ് ഡിവൈസ്. ഇതിൽ നമ്മൾ ലാൻസെറ്റ്സ് അല്ലെങ്കിൽ സ്മോൾ നീഡിൽസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. കൂടാതെ ഇതിൽ 1 to 5 വരെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പഞ്ചിങ് സ്പീഡ് കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് മൊബൈലിൽ കാണാനായിട്ടൊരു ഡിവൈസ് വേണ്ടേ. അപ്പോൾ ആ കണക്റ്റിംഗ് ഡിവൈസാണ് ഈ കാണുന്നത്. BeatO ഡിവൈസ് എന്നാട്ടോ ഈ ഒരു ഡിവൈസിൻ്റെ പേര്. ഈ ഒരു സൈഡാണ് മൊബൈലായിട്ട് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു സൈഡിലാണ് നമ്മൾ സ്ട്രിപ്പ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം കാണിച്ച സ്ട്രിപ്പില്ലേ അത്. ഇത് നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യാൻ 3 ടൈപ്പ് പിന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ടൈപ്പ് C ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാണ്ട് ഹെഡ്ഫോൺ ജാക്ക് അല്ലെങ്കിൽ മൈക്രോ USB ഇങ്ങനെ 3 ഓപ്ഷനാണ് ഉള്ളത്. നമ്മുടെ ഫോണിൽ എന്തായാലും ടൈപ്പ് C ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ബോക്സിൽ കിട്ടിയിരിക്കുന്ന ഐറ്റംസ് ആണിത്. ഇനി നമുക്ക് ഓരോ ഐറ്റംസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണാം. ആദ്യം തന്നെ നമ്മൾ ഈ ലാൻസിങ് ഡിവൈസിലേക്ക് ലാൻസെറ്റ്സ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് ലാൻസെറ്റ്. ചെറിയ നീഡിലിനെ കേട്ടോ ഈ ലാൻസെറ്റ് എന്ന് പറയുന്നത്. ലാൻസെറ്റിൻ്റെ ക്യാപ്പ് പോർഷൻ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് വന്നോളൂ. നല്ല കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യണം. സിറിഞ്ചൊന്ന് കൈ കുത്തി കയറാൻ നോക്കുക. കണ്ടോ, നമ്മുടെ ലാൻസെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലാൻസിങ് ഡിവൈസിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഈ ഒരു വൈറ്റ് സ്ലോട്ട് പുറത്തേക്ക് വന്നെങ്കിൽ ആ സൈഡിലുള്ള സ്വിച്ചിലൊന്ന് ഞെക്കിയാൽ മാത്രം മതി കേട്ടോ. ഇതൊന്നുകൂടി ഞാൻ കാണിച്ചുതരാം ഇത് ഫിറ്റ് ചെയ്യുന്ന രീതി. നമുക്ക് നീഡിൽ ക്യാപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ ഒരു നീഡിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഒരു ആൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എല്ലാവർക്കുമായിട്ട് യൂസ് ചെയ്യരുത്. ഇത് ഒറ്റ യൂസേജ് കഴിഞ്ഞിട്ട് അത് വേസ്റ്റിലേക്ക് കളയുക. മാത്രമല്ല നമ്മളിതിൽ യൂസ് ചെയ്യുന്ന സ്ട്രിപ്പാണെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ആ നീഡിൽ ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നീഡിലെങ്ങാനൊന്ന് വളഞ്ഞു പോയാലും ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും കൈ സൂക്ഷിക്കുക, മുറിയാണ്ട് സൂക്ഷിക്കുക. ഇനി നമുക്ക് ലാൻസിങ് ഡിവൈസിൻ്റെ മുകളിലത്തെ പോർഷൻ തിരിച്ച് അറ്റാച്ച് ചെയ്യാം. ഈ ലാൻസിങ് ഡിവൈസ് ഒരു പെൻ മോഡൽ ആയതുകൊണ്ട് നമുക്ക് ആ പൗച്ചിലിട്ട് ഓഫീസിലൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ നീഡിലും സ്ട്രിപ്സൊക്കെ ആ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം പുറത്തെടുക്കാനായിട്ട് നോക്കുക. നേരത്തെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുത് കേട്ടോ. പിന്നെ എല്ലാവർക്കും വരേണ്ട ഒരു ഡൗട്ടാണ്, എന്താണ് ഈ 1 to 5 നമ്പേഴ്സ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചായിരിക്കും ഈ നമ്പർ സെലക്ട് ചെയ്യുക. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഫിംഗർ ടിപ്പിലാണ് ഈ ഒരു സിറിഞ്ച് നമ്മൾ കുത്താൻ പോകുന്നത്. അപ്പോൾ ആ ഫിംഗർ ടിപ്പിലുള്ള സ്കിന്ന് ഹാർഡാണെങ്കിൽ നമ്പർ കൂട്ടിയിടുക. സോഫ്റ്റ് സ്കിന്നാണെങ്കിൽ നമ്പർ 1 കിട്ടാൽ മതി. നമ്മൾ നമ്പർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിനെല്ലാം മുന്നേ നമ്മൾ നമ്മുടെ ഫോണിലൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് BeatO എന്ന് സെർച്ച് ചെയ്താൽ മതി. BeatO സ്മാർട്ട് ഡയബറ്റിക്സ് മാനേജ്മെൻറ്റ് എന്നൊരു ആപ്പ് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുക. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. അതിലേക്കൊരു OTP നമ്പർ വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് അത്യാവശ്യം കൊടുക്കാനുള്ളത് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുക. അലോ ചെയ്യാനുള്ളതൊക്കെ അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടേക്ക് യുവർ ഫസ്റ്റ് റീഡിംഗ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഫോണിലേക്ക് BeatO ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട്. BeatO ഡിവൈസിൻ്റെ സ്ട്രിപ്പ് ഇടുന്ന പോർഷനിലേക്ക് പുതിയൊരു സ്ട്രിപ്പ് ബാർകോഡ് മുകളിൽ വരുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്യുക. അവ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് എടുക്കാം. അതിനായിട്ട് നമ്മുടെ ലാൻസിങ് ഡിവൈസ് നമ്മുടെ ഫിംഗർ ടിപ്പിൽ വെച്ച് ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി.
വെറും 2 തുള്ളി ബ്ലഡ് മാത്രം മതി. അത് നമ്മുടെ സ്ട്രിപ്പിൻ്റെ ടിപ്പ് പോർഷനിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ റിസൾട്ട് വരുന്നതായിരിക്കും. ആ വൈറ്റ് പോർഷനിൽ കൗണ്ട് ഡൗൺ നടക്കുകയാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ റിസൾട്ട് എത്തിയിട്ടുണ്ട്. 1 to 8 ആണ്, കൺട്രോൾഡ് ആണ്. ഈ റിസൾട്ടിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു മാർജിൻ കൊടുത്തിട്ടുണ്ട്. അവിടെ മോഡറേറ്റ്, ലോ, ഹൈ റിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ആക്ടിവിറ്റീസ്, ഡയറ്റ് എന്നിവയുടെ കാര്യങ്ങളും കൂടി താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരാളുടെ അല്ലേ എടുത്തുള്ളൂ, ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് എടുക്കാം. അതിനായിട്ട് ടേക്ക് യുവർ നെക്സ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ മെസ്സേജ് വരും നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം സ്ട്രിപ്പ് കണക്ട് ചെയ്യാനായിട്ടുള്ള മെസ്സേജ് വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ സ്ട്രിപ്പും പുതിയ നീഡിലും വേണം പുതിയൊരാൾക്ക് എടുക്കാനായിട്ട്. സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡയറക്ഷൻ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബാർകോഡ് മുകളിലാകത്തക്ക രീതിയിൽ വേണം ഇൻസേർട്ട് ചെയ്യാൻ. ബാക്കി എല്ലാ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇത് വാങ്ങിയിരിക്കുന്നത് BeatO Curvൻ്റെ സൈറ്റിൽ നിന്നാണ്. ആ ടൈമിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു. 350-400 റേഞ്ചാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ഒരു ആപ്പിൻ്റെ ലിങ്കും കൂടാതെ ഈ ഒരു BeatO Curv വാങ്ങിച്ചിരുന്ന സൈറ്റ് ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സിംപ്ലി. ബൈ.